ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് റമദാൻ ആരംഭിച്ചല്ലോ. അപ്പോൾ ഈ റമദാൻ മാസത്തിൽ നമുക്ക് മലപ്പുറത്തുകാർക്ക് ഒഴിച്ചു കൂടാനാവാത്ത റെസിപ്പിയാണ് തരി കാച്ചിയത്. അപ്പോൾ ഇന്ന് തേങ്ങാപ്പാലിൽ എങ്ങനെ തരി കാച്ചിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇന്ന് നമുക്കതിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ അതിലേക്ക് മെയിനായിട്ട് വേണ്ടത് റവയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു കപ്പ് റവ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാം. ഇനി അതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ തേങ്ങാപ്പാലിലാണ് കേട്ടോ അത് റെഡിയാക്കി എടുക്കുന്നത്. ഇപ്പോൾ പാലൊന്നും എപ്പോഴും എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയത് തേങ്ങാപ്പാലാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ട് അതിൻ്റെ ഒന്നാം പാലും രണ്ടാം പാലും സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നാം പാൽ അത്യാവശ്യം കട്ടിയിൽ നമുക്ക് ആദ്യം തന്നെ പിഴിഞ്ഞെടുക്കുന്നതാണ് ഒന്നാം പാൽ. പിന്നെ രണ്ടാം പാൽ പീരയിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുക്കുന്നതാണ് രണ്ടാം പാൽ കേട്ടോ. അപ്പോൾ ഇത് ഒന്നാം പാലും രണ്ടാം പാലും അത്യാവശ്യം തിക്കായിട്ടുള്ളതും ആണ് കേട്ടോ. അപ്പോൾ ഇനി അത് റെഡിയാക്കാനായിട്ട് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് രണ്ടാം പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ സാധാരണ നമുക്ക് പാക്കറ്റ് പാലിലോ പശുവും പാലിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ആ പാലും ഡയറക്റ്റായിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഒന്നാം പാലും രണ്ടാം പാലും സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ആദ്യം തന്നെ മൊത്തമായിട്ട് ഇട്ട് കൊടുത്തിട്ട് അതിൽ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അത് ഒന്നാം പാൽ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 4 ഏലക്കായ ചതച്ചതാണ്. നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഏലക്കായ ഇട്ട് കൊടുക്കുമ്പോൾ. അതിൻ്റെ കൂടെ തന്നെ പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു അരക്കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് കേട്ടോ. ഉണ്ടല്ലോ കുറച്ച് മാത്രം മതി ഉപ്പ്. ആ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഇത് തിളക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ. നമുക്ക് ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കട്ടെ. അപ്പോൾ വറുത്ത റവ ആയാലും വറുക്കാത്ത റവ ആയാലും ഒന്നും കുഴപ്പമില്ല. അപ്പോൾ ഇനി ഞാനിപ്പോൾ ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ റവ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു കൈ കൊണ്ട് റവ ഇട്ട് കൊടുക്കുകയും വേണം, മറ്റേ കൈ കൊണ്ട് ഇളക്കി കൊടുക്കുകയും വേണം കേട്ടോ. ഞാനിപ്പോൾ ഒരു കയ്യിൽ ക്യാമറ ആയതുകൊണ്ട് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ മൊത്തമായിട്ട് തന്നെ ഇട്ട് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ കട്ടയായിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ടെടുക്കാൻ കുറച്ച് പണിയാകും. ഇതുപോലെ കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ സിമ്പിളായിട്ട് തന്നെ മിക്സിങ് റെഡി ആക്കി കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ തേങ്ങാപ്പാൽ സെപ്പറേറ്റ് ചെയ്തെടുത്തപ്പോൾ ഒന്നാം പാല് കുറച്ച് കൂടുതലായിട്ടും രണ്ടാം പാല് കുറച്ച് കുറവായിട്ടാണ് കേട്ടോ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ടാം പാലിൽ ഞാനിപ്പോൾ അരക്കപ്പോളം റവ ചേർത്ത് കൊടുത്തപ്പോഴേക്കും കുറച്ചൊന്ന് തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കുഴപ്പമില്ല. നമ്മൾ ഒന്നാം പാല് കുറച്ച് കൂടുതൽ തന്നെ ഉണ്ട്. അപ്പോൾ പാലെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, രണ്ടാം പാല് കുറച്ച് കൂടുതലായിട്ട് തന്നെ എടുക്കുക, ഒന്നാം പാല് കുറച്ച് മതി കേട്ടോ. അപ്പോൾ ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കണ്ടല്ലോ ഞാനിപ്പോൾ ആ റവയുടെ 1/4 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1/4 കപ്പാണ് കേട്ടോ. അത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അത്യാവശ്യം അതിലേക്ക് വേണ്ടിയിട്ടായിട്ടുണ്ട്. ഇനി അധികം ടൈമൊന്നും വേണ്ട കേട്ടോ. 1 മിനിറ്റൊക്കെ മതിയാവും. റവ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും കേട്ടോ. റവക്ക് അധികം വേവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇനി ഇത് ഈ സമയത്ത് ഓവർ തിക്കാൻ തോന്നണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതിവിടെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഏകദേശം 1 മിനിറ്റൊക്കെ ആയിട്ടുണ്ടാകും. അപ്പോൾ റവ വെന്തിട്ടുണ്ടാവും. ഇനി നമുക്കിതിലേക്ക് ആ ഒരു ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്നാം പാല് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കുക. പിന്നെ ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിച്ചെടുക്കരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി. അത് തിളച്ച് കഴിഞ്ഞാൽ ആ ഒരു തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റൊക്കെ നഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ നമുക്കിത് ഫ്ലെയിം ഓഫാക്കിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നല്ല കറക്റ്റായിട്ടുള്ളൊരു തേങ്ങാപ്പാലിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ. ഇപ്പോൾ പാലില്ലെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ തരി റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് താളിച്ച് വെച്ച് കൊടുക്കണം കേട്ടോ. ആ ഒരു സ്റ്റെപ്പും കൂടെ വരുമ്പോഴാണ് ഇതിന് കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ ഈ സമയത്ത് മധുരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അത്യാവശ്യം മധുരം ഉണ്ടായിക്കോട്ടെ. ഇനിയിപ്പോൾ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഈ വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യോ ബട്ടറോ എന്തായാലും കുഴപ്പമില്ല കേട്ടോ. വെളിച്ചെണ്ണയാകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു നാടൻ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ട് അതിലേക്ക് ഒരു 6-7 ചെറിയ ഉള്ളി ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുക്കട്ടെ. അപ്പോൾ ഇനിയിപ്പോൾ ഉള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഒരു കാഷ്യൂ നട്ട്സും മുന്തിരി മാത്രം ഉപയോഗിച്ചിട്ട് വറുത്തെടുക്കുക. ഞാനിപ്പോൾ ഉള്ളിയുടെ കൂടെ തന്നെ കാഷ്യൂ നട്ട്സും റൈസിൻസും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ വറുത്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കളറൊന്ന് ഏകദേശം ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട് കണ്ടല്ലോ. ഇനി ഇതിലേക്ക്
ഞാൻ ഈ സമയത്ത് കാഷ്യൂ നട്ട്സ് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ കാഷ്യൂ നട്ട്സ് ഇല്ലാത്തതുകൊണ്ട് മുന്തിരി മാത്രമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മുന്തിരി ആകുമ്പോൾ അത്യാവശ്യം ഗോൾഡൻ കളർ ആയതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. കാരണം ഉണക്കമുന്തിരി പെട്ടെന്ന് തന്നെ റെഡി ആകും, കളറും ചേഞ്ച് ആയി വരുമല്ലോ. അപ്പോൾ ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. ഇനി നന്നായിട്ട് തന്നെ റെഡിയായി വന്നിട്ട് നമുക്കത് ചൂടോടെ കൊടുത്തന്നെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോൾ മാക്സിമം ആ ഒരു ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളിയുടെ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാതിരിക്കുക കേട്ടോ. ആ ചെറിയ ഉള്ളിയും കൂടി വരുമ്പോഴാണ് അതിന് കറക്റ്റായിട്ട് ടേസ്റ്റ് ഉണ്ടാകുക. ചെറിയ ഉള്ളിയും ആ കാഷ്യൂ നട്ട്സും മുന്തിരിയും കൂടെ മൂന്നും കൂടെ ഗോൾഡൻ കളറായിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുമ്പോഴാണ് കറക്റ്റായിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാകുക കേട്ടോ. എത്ര പണിയുള്ളൂ, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. അത് ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ട പണി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട് കണ്ടല്ലോ. അപ്പോൾ ചൂടാറി വന്നപ്പോൾ കറക്റ്റായിട്ടുള്ള തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റാണ്, നല്ല സിമ്പിളാണ് ഇത് റെഡിയാക്കാൻ. 5 മിനിറ്റ് പോലും വേണ്ട ഇതൊന്ന് റെഡിയാക്കി എടുക്കാൻ. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റും കൂടെ ഇതിൽ മുന്നിൽ നിൽക്കും കേട്ടോ. ആ തേങ്ങാപ്പാലിൻ്റെ ഫ്ലേവർ നന്നായിട്ട് തന്നെ ഉണ്ടാകും. തേങ്ങാപ്പാൽ 1 പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം തിളപ്പിക്കാതെ തന്നെ എടുക്കുക. അപ്പോൾ ആ ഒരു ഫ്ലേവർ നന്നായിട്ട് തന്നെ ഉണ്ടാകും. നല്ല ടേസ്റ്റാണ് കേട്ടോ. നോമ്പൊക്കെ പിറക്കുന്ന സമയത്തൊക്കെ ഇതൊരു ഗ്ലാസ് ഉണ്ടായാൽ നമുക്ക് നല്ലതാണ് കേട്ടോ, ഹെൽത്തിയുമാണ്. ജ്യൂസൊക്കെ കുടിക്കുന്നതിനേക്കാൾ നല്ലത് ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുക്കുക. ഇതിലേക്ക് ബട്ടറൊക്കെ യൂസ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഗ്ലാസ്സിലേക്ക് സേവ് ചെയ്യാണ്. കുട്ടികൾക്കായാലൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യട്ടോ. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറക്ക് ഇത് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഈ സെയിം മെത്തേഡിൽ തന്നെ ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ കമൻറ്റ് അറിയിക്കുക കേട്ടോ. പുതിയ വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.